കളമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരത്തി വഴിയായിട്ട് ഒരു കൃപാസന പത്രം കിട്ടി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും. ഇത് എൻ്റെ ഹസ്ബൻഡ് ജോജി തൊമ്മി. അങ്ങനെ ഞാൻ വന്ന് പത്രം കിട്ടി 2 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചത്. ഉടമ്പടി എടുത്തത് 2019 ഫെബ്രുവരി 4-ാം തീയതിയാണ്. അമ്മ വഴിയായി എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത ഇടയ്ക്ക് 2025 ജനുവരി 15-ാം തീയതി എൻ്റെ ഭർത്താവിന് ഹാർട്ട് സംബന്ധമായ അസുഖം വരികയും ജോലി സ്ഥലത്തുനിന്ന് 2 പേര് കൂട്ടി കൊണ്ടുവരികയും വീട്ടിൽ കൊണ്ടുവരികയും ആൾക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പുറത്ത് 2 പേര് വന്നിട്ടുണ്ട്, അവരെന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ചേട്ടന് അസുഖമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, തീരെ വയ്യ ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ റൂമിൽ തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ടും ആൾക്ക് സമ്മതമല്ല, എനിക്ക് മാറും എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആൾ എന്നോട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ അറിയാതെ തന്നെ വയറ്റിൽ നിന്നും യൂറിനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി കഴുകാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നൊക്കെ ആളിങ്ങനെ വീണ് പോവുകയായിരുന്നു. ഒരുവിധം ഞാൻ കഴുകി പുറത്തിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നേരത്ത് സ്റ്റെപ്പ് ഇറങ്ങാനോ ഒന്നിനും പറ്റാതെ ആൾ വീണ് പോകുമ്പോൾ ഞാൻ ആ പിള്ളേരോട് പറഞ്ഞു, മക്കളെ അവിടെ നിൽക്ക്, ഞാൻ ഉടമ്പടി തൈലം ചേട്ടൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം വായിൽ ഒഴിച്ചു കൊടുത്ത് അമ്മേ എനിക്ക് തിരിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോവുകയായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്കൊന്നും ആൾക്കൊരാശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നോട് ചോദിക്കുക എത്തണില്ലല്ലോ എനിക്ക് പറ്റണില്ല എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പം എത്തും എന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് എത്തി ചേട്ടാ, ഇനി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടെ ചെന്ന് ECGയും BP-യും പൾസും ഒക്കെ നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല. ഞാനും എൻ്റെ ഇളയ മോളും ആ കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ECG ഒക്കെ വലിച്ചൂരി കളഞ്ഞ് BP അപ്പാറ്റസൊക്കെ മാറ്റി, പൾസില്ല, BP ഇല്ല, ECG ഇല്ല, ഒന്നുമില്ലായിരുന്നു. വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്ന് എൻ്റെ മോളെ ഇറങ്ങി ഓടിക്കളഞ്ഞു. എങ്ങോട്ട് പോയി എന്ന് പോലും ഞാൻ നോക്കിയില്ല. ഡോക്ടർ പറഞ്ഞു ചേട്ടൻ മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് മരവിപ്പായിരുന്നു. അവിടെ നിന്ന് ഞാൻ കരഞ്ഞു. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ചെടുക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആള് കോട്ടൻ മുക്കി തുടച്ച് കാലിൻ്റെ വിരലുകൾ കൂട്ടിക്കെട്ടുന്ന സമയത്ത് ഒരു ഞെട്ടൽ പോലെ വന്ന് കിട്ടിയ ജീവനാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവിതം. ഓപ്പറേഷൻ 9 ലക്ഷം രൂപ ചിലവ് വരുന്നൊരു ഓപ്പറേഷനാണ്. അവർ പറഞ്ഞു എൻ്റെ കയ്യിൽ സാമ്പത്തികമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഓപ്പറേഷൻ നടക്കും 4.5 ലക്ഷം രൂപയ്ക്ക്. അതും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ സഹായം ചോദിച്ചവരൊക്കെ എനിക്ക് ചോദിച്ചതിൻ്റെ 4 ഇരട്ടി തന്ന് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ ഈശോയും അമ്മയും കൂടി തിരിച്ചു തന്ന സാക്ഷ്യമാണിത്. എനിക്കൊരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ മരുന്ന് നിർത്തുമ്പോൾ ആളുടെ ഓപ്പറേഷൻ സക്സസ് ആവില്ല എന്ന്. അവിടെയും ഡോക്ടർ എന്നോട് പറഞ്ഞത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞത് ആണുങ്ങളെ വേണം. എനിക്ക് ആരും ഇല്ലായിരുന്നു ആണുങ്ങളായിട്ട് കൂടെ നിർത്താനായിട്ട്. ബോഡി പാക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. അവിടെ നിന്നും അമ്മയും മാതാവും എനിക്ക് തന്ന ഇത്രയും വലിയ അനുഗ്രഹത്തിന് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കോടാനുകൂടി നന്ദി പറയുകയാണ്. ഞാൻ പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് കിട്ടിയ ഈ വലിയ അനുഭവം പറയുമ്പോൾ പത്രം വാങ്ങിക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെയായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്ക്, മനുഷ്യന് സാധ്യമല്ലാത്തത് ഈശോയ്ക്ക് സാധ്യമാണെന്ന് തെളിയിച്ചു തന്ന, മരിച്ചുപോയ ആളെ തിരിച്ചു തന്ന ജീവിതം ഈ അൾത്താരയിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ സമർപ്പിക്കുകയാണ്. ഉടമ്പടി തൈലം തേനുമാണ് എൻ്റെ ഭർത്താവിന് ജീവിതം തിരിച്ചു തന്നത്. ആര് സഹായം ചോദിച്ചു വന്നാൽ എൻ്റെ കയ്യിലുള്ളത് കൊടുക്കും ഞാൻ, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള നിവൃത്തിയില്ലായിരുന്നു. ഇത്രയുമാണ് ഞാൻ ചെയ്തത്.